വിഷൻ 2016 എന്ന് പറയുന്ന ബൃഹത്തായ ഒരു പദ്ധതിയുടെ ചുമതലയാണ് താങ്കൾക്ക് മേൽ ഇപ്പോൾ ഉള്ളത്. എന്താണ് വിഷൻ 2016 മേഖലകൾ? ഏത് മേഖലയിലാണ് വിഷൻ 2016 കേന്ദ്രീകരിക്കുന്നത്? വിഷൻ 2016 കുറിച്ച് പറയുമ്പോൾ അത് തുടങ്ങാൻ ഇടയായ സാഹചര്യം എന്ന് പറയുന്നത്, ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് ഏതാണ്ട് ഒരു 60 വർഷം കഴിഞ്ഞെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ പൊക്രാനിൽ ബോംബ് പൊട്ടിച്ചു, അണുബോംബ് പൊട്ടിച്ചു. അങ്ങനെ ഒരു അണുശക്തിയായി ഇന്ത്യ മാറി. ഇന്ത്യ ഷൈനിങ് എന്ന മുദ്രാവാക്യം കൊണ്ട് ഇവിടെ വലിയ ബഹുരാഷ്ട്ര കുത്തകൾക്ക് സ്ഥാനം കൊടുത്തുകൊണ്ട് വലിയ വലിയ എയർപോർട്ടുകളും വലിയ വലിയ കമ്പനികളും ഒക്കെ വരുന്നൊരു സാഹചര്യമുണ്ടായി. അങ്ങനെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി ഉയരുന്നു എന്ന് ഒരു ഭാഗത്ത് നമ്മൾ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് ജീവിക്കുന്ന ജീവിതത്തിൻ്റെ പച്ചയായ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ അർജുൻ സെൻഗുപ്ത കമ്മീഷൻ, ഇന്ത്യ ഗവൺമെൻറ് അതിന് നിയമിച്ച കമ്മീഷൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ 72% ജനങ്ങളും ദിവസം 20 രൂപയിൽ താഴെ വരുമാനം കൊണ്ട് ജീവിക്കുന്നവരാണെന്നാണ്. ഇന്ത്യയിലെ പിന്നാക്ക ജനവിഭാഗങ്ങളുടെ, അടിച്ചമർത്തപ്പെട്ടവരുടെ, ആദിവാസികളുടെ, ദളിതരുടെ, ഇവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ, അവരുടെയൊക്കെ ഒരു 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 പുനരധിവാസത്തിനും സംരക്ഷണത്തിനും എന്ത് മാർഗമെന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങൾ 5-6 പോയിന്റുകളിലാണ് അത് ഊന്നിയത്. ഒന്ന്, വിദ്യാഭ്യാസം. ദീർഘകാലാടിസ്ഥാനത്തിൽ ഏത് സമൂഹത്തിൻ്റെയും രക്ഷ അതുകൊണ്ട് മാത്രമേ ഉള്ളൂ. വിദ്യാഭ്യാസം. മറ്റൊന്ന്, ആരോഗ്യരക്ഷ. ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പ് അതിലാണുള്ളത്. മൂന്നാമത്തെ ഒന്ന് ഞങ്ങൾ ആവിഷ്കരിച്ചത് ജീവിത തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. മൈക്രോ ഫൈനാൻസിൻ്റെ ഒരു മേഖല തന്നെ അതിനുവേണ്ടി നീക്കിവെച്ചു. അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ എക്കാലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളുടെ സന്ദർഭങ്ങളിൽ ഒരു വളണ്ടിയർ സേന ആവശ്യമുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ ഞാനുണ്ടായിരുന്ന കാലത്താണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു ട്രെയിൻഡ് വളണ്ടിയേഴ്സിന് ആവശ്യമുണ്ട് എന്ന തോന്നലോട് കൂടിയിട്ട് ഏതാണ്ട് IRW രൂപീകരിക്കുന്നത്. ഐഡിയൽ റിലീഫ്. അതെ. അതുപോലെ തന്നെ ഞങ്ങൾ ഇടപെട്ട മറ്റൊരു വിഷയമാണ് വിമൺ എംപവർമെൻറ്റ് എന്ന് പറയുന്നത്. സ്ത്രീകളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നത്. ശേഷം മുസ്ലിം വിഭാഗങ്ങളിലും അതുപോലെ തന്നെ പിന്നാക്ക വിഭാഗങ്ങളിലൊക്കെ തന്നെ സ്ത്രീകളാണ് പിന്നിൽ നിൽക്കുന്നത്. സിവിൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്, അതായത് മനുഷ്യാവകാശ പൗരാവകാശ സംരക്ഷണം എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ദുരന്തമാണ്. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ നിയമവാഴ്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേ അവസരത്തിൽ പലപ്പോഴും പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും ഭരണാധികാരികളുടെയും ഭാഗത്തു നിന്ന് പൊതു സമൂഹത്തിന് വളരെയധികം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അതായത് മനുഷ്യാവകാശങ്ങളും പൗരാവകാശങ്ങളും ഒക്കെ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം നിൽക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ ജയിലിൽ നിന്ന് കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലരും നിരപരാധികളാണ്. 10-15 വർഷത്തിന് ശേഷം നിരപരാധികൾ എന്ന് പറഞ്ഞിട്ട് അവർ പുറത്തുവിടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അവരുടെ അവകാശ സംരക്ഷണം നിയമവിധേയമായും തോക്കുമ്പാളും എടുക്കുന്ന ഒരു സംസ്കാരത്തിന് പകരം നിയമവിധേയമായും രാജ്യത്തെ ജനാധിപത്യ ഘടനയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണമെന്ന കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് APCR എന്ന് പറഞ്ഞിട്ട് ഓർഗനൈസേഷൻ ഉണ്ടായി. അപ്പോൾ ഇതിനെല്ലാത്തിനും വേണ്ടി വ്യത്യസ്തമായ NGOകൾ ഉണ്ടാക്കി. ഈ മേഖലകളിലൊക്കെ ഇന്ന് ഇന്ത്യയിലുടനീളം ഏതാണ്ട് ഒരു 500ഓളം പദ്ധതികൾ ഞങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭരണകൂടം അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറിയ ഒരു സാഹചര്യത്തിൽ വേണമെങ്കിൽ ഇതൊരു സേവന പ്രവർത്തനം എന്നതിനേക്കാളേറെ സാമൂഹികവും രാഷ്ട്രീയവുമായ ഇടപെടലാണെന്ന് വേണമെങ്കിൽ പറയാം. സിദ്ദീഖ് സാഹിബ് തന്നെ എവിടെയോ ഇത് അങ്ങനെ പരിചയപ്പെടുത്തിയായിട്ട് കേട്ടിട്ടുണ്ട്. അതായത് ഒരു റിലീഫ് പ്രവർത്തനം എന്നതിനപ്പുറത്ത് ഇതൊരു രാഷ്ട്രീയ സമരമാണ്, ഭരണകൂടത്തിന് മുമ്പുള്ള ഒരു സമരമാണ്. ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ സമൂഹത്തെ എംപവർ ചെയ്യാനുള്ള ഒരു സംവിധാനം. ഒന്നാമതായി ഇപ്പോൾ എഡ്യൂക്കേഷന് സ്കൂളുകളുണ്ടാക്കി. ഇന്ത്യയിൽ സ്കൂളുകളില്ലാത്തല്ല പ്രശ്നം. ആളുകൾക്ക് സ്കൂളുകളിൽ കുട്ടികളെ അയക്കണമെന്ന ബോധമില്ലാത്തതാണ് പ്രശ്നം. ഇപ്പോൾ ബോധവൽക്കരണം നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടി. ഇപ്പോൾ ഒരു പ്രദേശത്ത് ഒരു സെസ് വന്നു, സ്പെഷ്യൽ എക്കണോമിക് സോണിൻ്റെ ഭാഗമായി ജനങ്ങൾ കുടിയൊഴിക്കപ്പെടുന്ന സാഹചര്യം വന്നു. അല്ലെങ്കിൽ വേറൊരു പ്രദേശത്ത് ഒരു സർക്കാരിൻ്റെ ഡാം വന്നിട്ട് ജനങ്ങൾ കുടിയൊഴിക്കുന്ന സാഹചര്യം വന്നു. അവിടെയൊക്കെ മനുഷ്യരുടെ, സാധാരണക്കാരുടെ കൂടെ നിൽക്കുന്ന ഒരു സമീപനം എന്നതുകൊണ്ട് തീർച്ചയായും ഇതൊരു രാഷ്ട്രീയ ഇടപെടൽ തന്നെയാണ് എല്ലാ തലത്തിലും. സർക്കാർ പോലും പലപ്പോഴും സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഒരു സമീപനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സിഡികൾ കട്ട് ചെയ്യുക, ആനുകൂല്യങ്ങൾ കട്ട് ചെയ്യുക, പൊതുസേവനങ്ങളിൽ നിന്ന് പിന്മാറുക, അത് പ്രൈവറ്റൈസ് ചെയ്യുക. ഇതിൻ്റെ ഫലം എന്താന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടിൻ്റെ ദുരന്തം ഈ സമൂഹത്തിലെ പാവപ്പെട്ടവനാണ് അനുഭവിക്കുന്നത്. പാവപ്പെട്ടവൻ കൂടുതൽ പാവപ്പെട്ടവനാകുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോൾ FDI വന്നു, വാൾമാർട്ടിനും അതുപോലുള്ള വലിയ വലിയ കമ്പനികളൊക്കെ വലിയ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നു. അതേ സമയത്ത് നിലവിലുള്ള ചെറുകിട കച്ചവടക്കാർ മുഴുവനും പുറത്താക്കപ്പെടുന്ന അല്ലെങ്കിൽ അവർ പട്ടിണിക്കിരയാവുന്ന ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത്. ഇപ്പം ഈ ഒരു അന്തരീക്ഷത്തിലാണ് അതിന് 100 ഉദാഹരണങ്ങൾ പറയാൻ സാധിക്കും. അതായത് ഇപ്പോൾ ലക്നൗ കേന്ദ്രീകരിച്ചുകൊണ്ട്, മൊറാദാബാദ് കേന്ദ്രീകരിച്ചുകൊണ്ട്, മീറത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് തുണിയുടെ, തുകലിൻ്റെ, അതുപോലെ തന്നെ പിച്ചളയുടെ, ഈ സ്ത്രീകളുടെ ഈ സാരിയിൽ
പിന്നെ കുത്തുന്ന ഒരു ഇത് ഉണ്ട്, എംബ്രോയിഡറി, അതിൻ്റെയൊക്കെ ബിസിനസ്സുകളുണ്ട്. അല്ല, ഫാക്ടറികൾ എന്നതിനേക്കാളേറെ വീട്ടിൽ ചെയ്യുന്ന കുടിൽ വ്യവസായങ്ങളാണ്. ഇതിലൊരു സ്ത്രീ ഒരു ദിവസം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ആ പണി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 20 റുപ്യയാണ് അവർക്ക് കിട്ടുക. അപകടം പണിയെടുത്താൽ കിട്ടുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു കുടുംബം എങ്ങനെ പുലർത്താൻ സാധിക്കും? ഒരു സ്ത്രീ മാത്രമുള്ളൊരു വിധവയാണ് അവരെങ്കിൽ ആ കുട്ടികളുടെ ഭക്ഷണം, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ സംരക്ഷണം, അവർക്കൊരു വീട്, ഇതൊന്നും സ്വപ്നം സാധ്യമല്ല. ഇതാണ് മൊത്തം അവസ്ഥ. ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഈ പരിപാടിയുമായി മുന്നോട്ട് വരുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇവിടെ മാറ്റിക്കളയാമെന്നതല്ല. നമ്മളെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഒരു റോൾ മോഡൽ എന്ന നിലക്ക്, ഇപ്പോൾ സാമൂഹികമായ ഇടപെടലിൻ്റെയും സാമൂഹികമായ സേവനത്തിൻ്റെയും റോൾ മോഡൽ എന്ന നിലക്ക് ഈ സംരംഭം മുന്നോട്ട് വരണം. അത് മറ്റുള്ളവർ കൂടി അനുകരിച്ചുകൊണ്ടും സർക്കാരിനെ തന്നെ ബോധവൽക്കരിച്ചുകൊണ്ടും. ഇപ്പം ഞങ്ങളുടെ എല്ലാ പരിപാടികളിലും സർക്കാരിനെ പ്രത്യേകം നമ്മൾ സംബന്ധിപ്പിക്കും. ഗവർണർമാർ, മന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, പിന്നെ അതുപോലുള്ളവർ പങ്കെടുക്കുകയും ചെയ്യും. സർക്കാരിൽ നിന്ന് കിട്ടാവുന്ന സാധ്യതകൾ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും. ഈ പിന്നോക്കാവസ്ഥയുടെ കഥകൾ നമ്മൾ പറയുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മുസ്ലിം പിന്നാക്കാവസ്ഥ. കാര്യമായിട്ട് വിഷൻ 2016 അതിലൊരു ശ്രദ്ധ കൊടുക്കുന്നുമുണ്ട്. അതേസമയം തന്നെ ഇന്ന് ഇന്ത്യൻ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന, മുസ്ലിം യുവാക്കൾ പ്രത്യേകിച്ച് അനുഭവിക്കുന്ന ഒരു പ്രൊഫൈലിങ്ങിൻ്റെ പ്രശ്നമാണ്. തീവ്രവാദവുമായി ബന്ധപ്പെടുത്തിയിട്ട്, ഭീകരവാദവുമായി ബന്ധപ്പെടുത്തിയിട്ടൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. സിദ്ദീഖ് ഹസൻ സാഹിബ് ഒരു കൊച്ചിയിലാണെന്ന് തോന്നുന്നു ഒരു പൊതു പരിപാടിയിൽ വെച്ച് അന്ന് കാശ്മീർ തീവ്രവാദി ഗ്രൂപ്പിൽപ്പെട്ട ഒരു കുട്ടിയുടെ ഉമ്മ അവൻ്റെ മയ്യത്ത് കാണാൻ വിസമ്മതിച്ച സന്ദർഭമായിരുന്നു അത്. അപ്പോൾ പൊതുവെ മാധ്യമങ്ങളൊക്കെ തന്നെ മയ്യത്ത് കാണാൻ വിസമ്മതിച്ച ഉമ്മയുടെ ധീരതയെക്കുറിച്ചും രാജ്യസ്നേഹത്തെക്കുറിച്ചൊക്കെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് സിദ്ദീഖ് സാഹിബ് പറയുന്നത് ആ ഉമ്മ തീർച്ചയായിട്ടും ആ കുട്ടിയെ കാണണം. എനിക്ക് തോന്നുന്നു ഇനി ഒരു ഉമ്മക്കും ആ അനുഭവം ഉണ്ടാകരുതെന്ന് വരെ ഞാൻ പറഞ്ഞു. ഭരണകൂടത്തിന്റെ ഭാഷകൾക്കെതിരെ നിലവിലുള്ള ഈ മുസ്ലിം പ്രൊഫൈലിങ്ങിന് എതിരെയുള്ള ഒരു എതിർ ശബ്ദമായിരുന്നു. അതിനെക്കുറിച്ച് അല്ല, അത് എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞതുപോലെ പിന്നെ ഇന്ത്യയിൽ മൊത്തം രൂപപ്പെട്ടു വരുന്ന ഒരു അന്തരീക്ഷമുണ്ട്. വെച്ചാൽ ഒരു വർഗീയമായ ചേരിതിരിവിൻ്റെ, സാമുദായികമായ ചേരിതിരിവിൻ്റെ അന്തരീക്ഷമുണ്ട്. ആഗോളതലത്തിൽ ഒരു വലിയ ഇസ്ലാമോഫോബിയ നടക്കുന്നുണ്ട്. അതായത് മുസ്ലിം സമം ടെററിസ്റ്റ്. ഇപ്പോൾ മോഡിയുടെ മുദ്രാവാക്യം നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുണ്ട്. എല്ലാ മുസ്ലിങ്ങളും ടെററിസ്റ്റുകളല്ല, എല്ലാ ടെററിസ്റ്റുകളും മുസ്ലിങ്ങളാണ്. എന്ന് പറഞ്ഞാൽ മുസ്ലിം ആയാൽ ഭീകരനായി. ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ പോലീസ് അന്യായമായി പിടിച്ചാൽ പോലും ആരും തെറ്റിദ്ധരിക്കില്ല. അപ്പോൾ കാശ്മീരിൽ കൊല്ലപ്പെട്ട ചെറുപ്പക്കാരൻ തീവ്രവാദിയാണ് എന്ന് കാശ്മീരിലെ പിന്നെ പട്ടാളമോ അല്ലെങ്കിൽ പോലീസ് പറയുന്ന വെർഷൻ അപ്പുറത്ത് നിന്നുകൊണ്ട് ആ പ്രശ്നത്തിൽ കോടതിയുടെ ഒരു തീരുമാനമോ അവർ വിചാരണ ചെയ്യപ്പെടുന്നതോ അവർ കൊല്ലപ്പെട്ടതിന് ശേഷം ഇവിടെ ഏറ്റുമുട്ടൽ കൊലകൾ എന്ന് പറഞ്ഞിട്ട് വളരെ വ്യാപകമായി നടക്കും. ബട്ട്ല ഹൗസ് എൻകൗണ്ടർ ഒക്കെ അതിലുദാഹരണം നടക്കുന്നു. അത്തരം സംഭവങ്ങളിലൊക്കെ മൊത്തം സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകമായ ഒരു ധാരണ നിലനിൽക്കുക അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് ഭരണകൂടത്തിന്റെ ഭാഗത്ത് മാത്രമല്ല, പട്ടാളം, പോലീസ്, മീഡിയ എല്ലാവരും അതിൽ പങ്കുവയ്ക്കുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ പൊതുവെ പിന്നെ ദേശക്കൂറുള്ളവരല്ല. മുസ്ലിങ്ങളുടെ ദേശക്കൂർ എപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഇവിടെയുണ്ട്. അതിനെ മൊത്തം ആക്രമിക്കുകയാണ് ഞാൻ ചെയ്തത്. അതായത് ഒരു മാതാവിന് അയാളുടെ കുഞ്ഞുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവൻ്റെ ശവശരീരം കാണാൻ പോലും അനുവാദമില്ലാത്ത വിധം അതൊരു രാജ്യസ്നേഹവും ധീരതയുമായി പറയുന്നത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അപ്പം അതെന്ന് വെച്ചാൽ ഒരു ഭീതി സൃഷ്ടിക്കുകയാണ്. അപ്പം ഇനി എല്ലാവരും അതിനെ തുറന്നു പോകും. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും വലിയ വലിയ ആളുകളൊക്കെ തന്നെ അതിനെ പിന്തുണച്ചുകൊണ്ടും അതിനെ സ്തുതിച്ചുകൊണ്ടാണ് പറഞ്ഞത്. തെറ്റായ സമീപനമാണ്. അത് യഥാർത്ഥത്തിൽ തന്നെ സാധാരണ ഉണ്ടാകാറുള്ള ഒരു വർഗീയ സംഘർഷത്തിലേക്കാൾ സംഭവം മറാഠ 1-ാം കലാപമായിരുന്നാലും ശരി, 2-ാം കലാപമായിരുന്നാലും ശരി, അത് ഒരു വിഭാഗത്തെ വല്ലാതെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള ഏകപക്ഷീയമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ വേദി റിയാലിറ്റി ഷോകളുടെ ചരിത്രം തന്നെ മാറ്റി എഴുതും. സ്ത്രീയെ ഒരിക്കലും ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല, എന്നാൽ സ്ത്രീയാണ് യഥാർത്ഥ ചരിത്രം. പെൺകരുത്തിന്റെ 15 പ്രതിനിധികൾ, നിർമ്മലമായ 15 സ്വപ്നങ്ങൾ. മലയാളത്തിൽ വേറിട്ട ദൃശ്യവിരുന്നൊരുക്കി അവൾ വരുന്നു. ചരിത്രത്തിന്റെ ശിലാലിഖിതങ്ങളിൽ പുതിയ അടയാളപ്പെടുത്തലുമായി ഞാൻ സ്ത്രീ.
മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ ചേഞ്ചുകളുടെ ഉത്സവം. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. ഇത് തുനീഷ്യ. അറബ് വസന്തത്തിന് ആരംഭം കുറിച്ച തുനീഷ്യ. എന്തായിരുന്നു അറബ് വസന്തം? ആരായിരുന്നു വസന്ത വിപ്ലവത്തിന് പിന്നിൽ? സ്വാതന്ത്ര്യത്തിന്റെ സ്വച്ഛവായു ശ്വസിക്കാൻ തെരുവിലിറങ്ങിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെട്ടുവോ? ചരിത്രം ആവർത്തിക്കുന്നത്. ടിപ്പു സുൽത്താൻ. മീഡിയ വൺ. അരുമാന്നൊക്കെ പറയും നമ്മൾ. അലിയാരെ കല്ലിയാണ് പുതുമ ചൊല്ലാം, മലർമുത്ത് ഫാത്തിമത്തിൻ കല്യാണമേ. കുറ്റം പറയാന്ന് വെച്ചാൽ ആകെ ചരണത്തിൽ ഒരു വെള്ളി മാത്രമേ ഉള്ളൂ. പക്ഷെ വെള്ളി കിണ്ണം വിതറിയില്ല, ഒരൊറ്റ വെള്ളിയിൽ നിർത്തി. കുട്ടികൾ ഇനി ചോദിച്ചാൽ ആരെയാ പേടിയെന്ന് ചോദിച്ചാൽ ഫൈസൽ മാഷ എന്ന് പറയുന്നത് അതാ. കമ്മീഷൻ ഏജന്റ് ഇല്ലാതെ യഥാർത്ഥ പണിക്കൂലി. ടോപ്കോ സംസം, ബാങ്ക് റോഡ്, കണ്ണൂർ. ആയിരത്തി 1992 തുടക്കത്തിലാണ് കേരള ജമാഅത്തെ ഇസ്ലാമിയുടെ അധ്യക്ഷസ്ഥാനം താങ്കൾ ഏറ്റെടുക്കുന്നത്. ആ കാലഘട്ടം എന്ന് പറയുന്നത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അതിനനുകൂലമായും പ്രതികൂലമായും ഉള്ള സമരങ്ങളുടെയും എതിർ സമരങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടമാണ്. അതേസമയം തന്നെ ബാബരി മസ്ജിദിന്റെ തകർക്കപ്പെട്ടതിന് ശേഷമുള്ള ഒരു വർഗീയ വിഭാഗീയ ചേരിതിരിവിൻ്റെ ഒരു കാലഘട്ടവുമാണ്. എന്തായിരുന്നു ആ സമയത്ത് താങ്കൾ പ്രത്യേകമായും വ്യക്തിപരമായും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ അധ്യക്ഷൻ എന്നുള്ളതിനുള്ള സമൂഹത്തിലെ ഇടപെടലിന്റെ സ്വഭാവം എന്തായിരുന്നു? ബാബരി മസ്ജിദ് ഇഷ്യൂവും മണ്ഡൽ ഇഷ്യൂവും ഉൾപ്പെടെ അന്ന് ഇന്ത്യയെ പിടിച്ചു കുലുക്കിയ സംഭവങ്ങളിലൊക്കെ സമുദായങ്ങൾ തമ്മിലുള്ള വലിയൊരു ചേരിതിരിവ് രൂപപ്പെട്ടു വന്നിരുന്നു. വർഗീയത മുമ്പില്ലാത്ത വിധം തലപൊക്കിയിരുന്നു. അവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പരമാവധി ശ്രമിച്ചത് ഇവിടെ നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷം അത് കൃത്യമായും തുടരാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുക എന്നതായിരുന്നു. ഈ ഫോർട്ട് കൊച്ചി അതുപോലെ തന്നെ പൂന്തുറ കലാപങ്ങളൊക്കെ ഏതാണ്ട് അതിനുശേഷമാണ് ഉണ്ടാവുന്നത്. ആ സന്ദർഭത്തിന് ശേഷം സിദ്ദീഖ് ഹസൻ സാഹിബിന്റെ ഒരു ശ്രദ്ധേയമായ ഇടപെടൽ ആയിട്ട് പൊതുസമൂഹം കാണുന്നത് പിന്നീട് മാറാട് സംഭവത്തോടനുബന്ധിച്ചാണ്. മാറാട് സംഭവം ഒരുപക്ഷെ കേരള സമൂഹത്തിൽ വല്ലാതെ കേരള സമൂഹത്തിന്റെ വിടവുണ്ടാക്കിയ ഒരു പ്രത്യേക സംഭവമാണ്. അതിൽ ഒരുപക്ഷെ വളരെ പ്രകോപനപരമായ ആ മാറാട് പ്രദേശത്ത് ഭരണാധികാരികൾക്ക് ആർക്കും പ്രവേശനം കിട്ടാതിരുന്ന ഒരു സന്ദർഭത്തിൽ സിദ്ദീഖ് സാഹിബ് വളരെ ധൈര്യസമേതം അവിടെ ഇടപെടുകയൊക്കെ ചെയ്യേണ്ടായിരുന്നു. അതിന്റെ ഒരു ഫലം കേരള സമൂഹത്തിൽ എന്തായിരുന്നു പിന്നീട്? അത് യഥാർത്ഥത്തിൽ തന്നെ സാധാരണ ഉണ്ടാകാറുള്ള ഒരു വർഗീയ സംഘർഷത്തിലേക്കാൾ സംഭവം മാറാട് ഒന്നാം കലാപമായിരുന്നാലും ശരി, രണ്ടാം കലാപമായിരുന്നാലും ശരി, അത് ഒരു വിഭാഗത്തെ
വല്ലാതെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള ഏകപക്ഷീയമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സംഭവങ്ങളിൽ കൂടുതൽ നമ്മുടെ അന്തരീക്ഷം കേടുവരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു ഭീതിതമായ അന്തരീക്ഷമാണ് ആ സമയത്തുണ്ടായിരുന്നു. അങ്ങനെ അകൽച്ചയുടെയും ഭീതിയുടെയും ഒരു അന്തരീക്ഷം തണുപ്പിക്കാനുള്ള ഒരു പക്ഷേ ഏറ്റവും ഉചിതമായ മാർഗം അതായിരിക്കും എന്ന നിലക്ക് നേരിട്ട് തന്നെ അവിടെ കലാപബാധിത പ്രദേശത്ത് ചെല്ലാൻ ശ്രമിച്ചു. അത് അധികാരികളുടെ കൂടി, പോലീസ് അധികാരികളുടെ കൂടി സഹകരണത്തോടു കൂടി ആ വിക്ടിംസിൻ്റെ വീടുകളിലൊക്കെ കടന്നു ചെന്നു. അവിടുത്തെ അരയ സമാജത്തിൻ്റെ ഓഫീസിലിരുന്ന് അതിൻ്റെ നേതാവ് സുരേഷും മറ്റുള്ളവരൊക്കെ ആയിട്ട് ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഇത് മൊത്തം ഒരു സമുദായത്തിൻ്റെ പ്രാതിനിധ്യം ഇതിന് കൊടുക്കാൻ പറ്റില്ല. ഇത് യഥാർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും ദുഃഖമുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അതിന് ആ നിലയ്ക്ക് നമ്മൾ കാണേണ്ടതുണ്ട്. തീർച്ചയായും പ്രതികൾ, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി നമ്മളുടെ സാധ്യമാവുന്നത്ര ഇടപെടും. അത് നീതിയുടെ താല്പര്യമാണ് എന്ന നിലയ്ക്ക് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും വളരെ സൗഹാർദ്ദപരമായി സംസാരിക്കുകയും പിന്നീട് അവർ ഞങ്ങളുടെ ഓഫീസിലൊക്കെ വന്നുകൊണ്ട് ആ സൗഹാർദ്ദം തുടരുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിലെടുത്ത് പറയേണ്ടുന്ന ഒരു സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സംഭവത്തോടു കൂടി ഒരു ഐസ് മുറിച്ച ഒരു സംഭവം ഉണ്ടായി. അതുവരെ വളരെ അകന്ന് ഭീതിയോടുകൂടി ഒരന്തരീക്ഷം മാറി ആർക്കും കടന്നു ചെല്ലാവുന്ന ഒരു സാഹചര്യം വന്നു. പിന്നീട് എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ ഇവിടെ രാഷ്ട്രീയ നേതാക്കന്മാരും സാമുദായിക നേതാക്കന്മാരും ഒക്കെ അവിടെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരൊക്കെ പോയിക്കൊണ്ടിരുന്നു. ഈ മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഭാഷണത്തിൻ്റെയും ആശയവിനിമയത്തിൻ്റെയൊക്കെ ഒരു ചരിത്രം എനിക്ക് തോന്നുന്നു 92-ന് ശേഷം സിദ്ദീഖ് ഹസൻ സാഹിബിൻ്റെ കൂടി നേതൃത്വത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമാണ് ആദ്യമായിട്ട് തൃശ്ശൂരിൽ ഒരു ഹിന്ദു മുസ്ലിം ഡയലോഗ് എന്ന് പറയുന്ന പ്രവർത്തന സംസ്കാരം തന്നെ ആരംഭിക്കുന്നു. മതങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുകയും തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മൂർത്തമായ ഒരു പരിപാടി എന്ന നിലക്ക് തൃശ്ശൂരിലെ സംവാദമാണ് അല്ലെങ്കിൽ ഡയലോഗാണ് നടന്നത്. പക്ഷെ അതിനു മുമ്പും പിമ്പും ഒക്കെ തന്നെ നമ്മൾ ആ സമീപന രീതിയാണ് സ്വീകരിച്ചുകൊണ്ടിരുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ പ്രധാനപ്പെട്ട പരിപാടികളിലും അന്യമതവിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാരെയും പണ്ഡിതന്മാരെയും സാംസ്കാരിക നായകന്മാരെയും ക്ഷണിച്ച് അവർക്ക് സ്വതന്ത്രമായി ആശയവിനിമയത്തിനുള്ള അവസരം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പൊതുവിഷയങ്ങളെ സംബന്ധിച്ച്, നാട്ടിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഏകപക്ഷീയമായി എന്തെങ്കിലും ഒരു പ്രസ്താവന ഇറക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രഭാഷണം നടത്തുന്നതിനപ്പുറത്ത് നിന്നുകൊണ്ട് അതും പലപ്പോഴും കൂട്ടായ പ്രസ്താവനകൾ ഇറക്കാൻ ശ്രമിക്കുകയും പരസ്പരം ആശയവിനിമയം നടത്തിക്കൊണ്ട് കൂട്ടായി തന്നെ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു വളരെ മൂർത്തമായ ഒരു പരിപാടിയായിരുന്നു തൃശ്ശൂരിൽ നടന്നതെന്നുള്ളതാണ്. അതിനുശേഷം കഴിഞ്ഞ അന്ന് എൻ്റെ ഒരു 14 വർഷത്തെ കാലഘട്ടത്തിനിടക്ക് തിരുവനന്തപുരത്ത് ബിഷപ്പുമാരുമായും മതനേതാക്കന്മാരുമായും നിരന്തരം സമ്പർക്കം പുലർത്തിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഞാൻ ശിവഗിരി മഠത്തിൽ പോയിരുന്നു. പരപ്പനങ്ങാടിയിൽ നടന്ന ഒരു പരിപാടിയിൽ വെച്ച് സ്വാമി ശാശ്വതികാനന്ദയുമായി ഞങ്ങൾ ഒരു ദിവസം മുഴുവനും കഴിച്ചു കൂട്ടുകയുണ്ടായി സംഭാഷണങ്ങളിലൂടെ. അദ്ദേഹം ഒരു പള്ളിയിൽ ഞങ്ങളോടൊപ്പം കഴിച്ചു കൂട്ടി. പിന്നെ അതിനുശേഷം പുറത്ത് ഞങ്ങൾ താമസിച്ചിരുന്ന വീട്ടിൽ വെച്ചിട്ട് ദീർഘമായി സംസാരിക്കാനിടയായി. അപ്പോൾ മതാതീത ആത്മീയത എന്ന ഒരാശയം സ്വാമിജി മുന്നോട്ട് വെക്കുകയും അവിടെ ശ്രീനാരായണ ധർമ്മ സഭയുടെ ആസ്ഥാനത്ത് ശിവഗിരിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രേക്ഷിതർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളിൽ നമുക്ക് പരിപാടികൾ ആവിഷ്കരിക്കാമെന്ന്, ഇസ്ലാമിനെ പഠിപ്പിക്കാൻ ഒരാളെ നിയമിക്കാമെന്നും വരെ അദ്ദേഹം അന്ന് പറയുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹവും മറ്റ് ജനവിഭാഗങ്ങളും തമ്മിൽ ഇഴയടുപ്പമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള വളരെ ഉള്ളു തുറന്ന ചർച്ചകളാണ് ആ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കോഴിക്കോട്ട് ഉള്ള മതനേതാക്കന്മാരുമായി, ഇപ്പോൾ ഇവിടുത്തെ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിലെ ഗോലാകാനന്ദ സ്വാമി, അതുപോലെ തന്നെ ഇവിടുത്തെ ബിഷപ്പ്, ഇവരോടൊക്കെ നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയുള്ള ഒരു സംഭാഷണങ്ങളുടെയും ഒരു ആശയവിനിമയത്തിൻ്റെയും തുടർച്ച എന്ന നിലക്ക് പിന്നെ ഔദ്യോഗികമായി തന്നെ നമ്മൾ ഡയലോഗ് പരിപാടികൾ സംഘടിപ്പിക്കാൻ തുടങ്ങി. പല സ്ഥലങ്ങളിൽ ആ പരിപാടികൾ നടന്നു. പറഞ്ഞു വരുന്നത് അതൊരു ആദർശത്തിന്റെ തന്നെ ഭാഗമായി അല്ലെങ്കിൽ ഒരു പോളിസിയുടെ ഭാഗമായിട്ട് തന്നെ ആസൂത്രിതമായും ഒക്കെ ചെയ്തു വന്നു എന്നാണ് സിദ്ദീഖ് സാഹിബ് പറയാൻ ശ്രമിച്ചത്. അങ്ങനെയല്ല, യഥാർത്ഥത്തിൽ അത് ഒരു പോളിസിയുടെ ഭാഗം എന്നതിനേക്കാളേറെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. വിശ്വാസത്തിന്റെ ഭാഗം. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരാശയമുണ്ട്. അതായത് മനുഷ്യൻ ഒരു കുടുംബമാണ്, ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്, ഒരേ ദൈവത്തിന്റെ സൃഷ്ടികളാണ് എന്ന് മാത്രമല്ല ഈ പ്രപഞ്ചം മുഴുവനും ദൈവത്തിന്റെ കുടുംബമാണ് എന്നാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരാൾക്ക് സാമുദായികവാദിയോ വർഗീയവാദിയോ ആയിക്കൊണ്ട് മുസ്ലിം ആകാൻ സാധ്യമല്ല. ഒരാൾ ശരിയായ മുസ്ലിം ആണെങ്കിൽ അയാൾ മാനവികമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് എല്ലാവരെയും സഹോദരന്മാരെ കാണണം. തീർച്ചയായും ഇത് നമ്മുടെ കാഴ്ചപ്പാട് മാത്രമല്ല, നമ്മുടെ വിശ്വാസവുമാണ്, നമ്മുടെ ജീവിത പ്രമാണവുമാണ്. അതിൻ്റെ ഭാഗം എന്ന നിലക്കാണ്
ഏത് കാര്യങ്ങളെയും നമ്മൾ സമീപിക്കുന്നത്. ഒരു കച്ചവട സ്ഥാപനമായിട്ടല്ല മാധ്യമം തുടങ്ങിയത്. ഒരു സാമൂഹിക ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് മാധ്യമം മുന്നോട്ട് വന്നത്. ആ ദൗത്യ നിർവഹണത്തിൽ വലിയൊരളവോളം വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഇന്ന് അനുഭവ സാക്ഷ്യമാണ്. ഇത് തുനീഷ്യ. അറബ് വസന്തത്തിന് ആരംഭം കുറിച്ച തുനീഷ്യ. എന്തായിരുന്നു അറബ് വസന്തം? ആരായിരുന്നു വസന്ത വിപ്ലവത്തിന് പിന്നിൽ? സ്വാതന്ത്ര്യത്തിന്റെ സ്വച്ഛവായു ശ്വസിക്കാൻ തെരുവിലിറങ്ങിയ അറബ് ജനതയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെട്ടുവോ? ചരിത്രം ആവർത്തിക്കുന്നത്. ടിപ്പു സുൽത്താൻ. മീഡിയ വണ്ണർ. സിദ്ദീഖ് സാഹിബിൻ്റെ ബഹുമുഖമായ കേരള സമൂഹത്തിലെ ഇടപെടലിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണെന്ന് തോന്നുന്നു മാധ്യമം ദിനപത്രത്തിൻ്റെ പിറവി. തീർച്ചയായും മാധ്യമം പോലെയുള്ള ഒരു പത്രം വാർത്താമാധ്യമങ്ങളിൽ വഴിത്തിരിവ് എന്ന ഒരു വ്യത്യസ്തമായ പ്രമേയമായിട്ടാണ് കേരള സമൂഹത്തിലേക്ക് അതിൻ്റെ വരവ്. അതിൻ്റെ പിറവിക്ക് പിന്നിൽ തീർച്ചയായും നേതൃപരമായൊരു പങ്ക് സിദ്ദീഖ് സാഹിബിനുണ്ട്. എന്തായിരുന്നു മാധ്യമം പോലെയുള്ള ഒരു ദിനപത്രത്തിൻ്റെ പിറവിക്ക് പിന്നിലുള്ള യഥാർത്ഥത്തിലുള്ള ആലോചന? മാധ്യമം യഥാർത്ഥത്തിൽ കഴിഞ്ഞ അതിൻ്റെ 25 വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. കേരളീയ സമൂഹത്തിലെ സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ രംഗങ്ങളിൽ വളരെ ശക്തമായ ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. വളരെ കാര്യമാത്ര പ്രസക്തമായ മാറ്റങ്ങൾക്ക് അത് തുടക്കം കുറിച്ചു എന്നതാണ് വസ്തുത. വാർത്താമാധ്യമങ്ങളിൽ ഒരു വഴിത്തിരിവ് എന്ന മുദ്രാവാക്യം മുഴക്കി വന്നത് ഒരു മുദ്രാവാക്യം എന്നതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് അത് മാധ്യമത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ആണ് അത് ഉയർത്തിപ്പിടിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളീയ സമൂഹത്തിൽ അന്ന് വരെ 100 വർഷം പഴക്കമുള്ള 100-ലധികം പത്രങ്ങൾ ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് മാധ്യമം പിറന്നു വീഴുന്നത്. മാധ്യമം രൂപം കൊള്ളുമ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്തെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ആശയം ഈ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളുമായി പങ്കുവച്ചു. അതിന് പ്രസക്തിയുണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ചു. വളരെ കൃത്യമായി നമുക്ക് കിട്ടിയ മറുപടി എന്താണെന്ന് പറഞ്ഞാൽ അങ്ങനെ നീതിക്കും മനുഷ്യാവകാശങ്ങൾക്കും മാനവിക മൂല്യങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസിദ്ധീകരണത്തിന്, വിശേഷിച്ച് ഒരു ദിനപത്രത്തിൻ്റെ പ്രസക്തി വളരെയേറെ ഉണ്ടെന്നാണ്. അതിന് കാരണം വളരെ പ്രകടമായി തന്നെയുള്ള ഒരുപാട് ദുഃഖകരമായ അനുഭവങ്ങൾ പലരും നമ്മളോട് പങ്കുവെക്കുകയുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അടിച്ചമർത്തപ്പെട്ടവരും പിന്നാക്ക വിഭാഗങ്ങളും ദളിതരും ആദിവാസികളും ഉൾപ്പെടെയുള്ള മാർജിനലൈസ് ചെയ്യപ്പെട്ട സെക്ഷൻസ്, അവർക്ക് നമ്മുടെ പത്രങ്ങളിൽ പലപ്പോഴും വാർത്തകൾ ലഭിക്കാറില്ല. അവരുടെ വാക്കുകൾ കേൾക്കാൻ പോലും ഒരവസരം ഉണ്ടാകാറില്ല. അതേസമയത്ത് തന്നെ പലപ്പോഴും മതത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ പാർട്ടിയുടെയോ ഓർഗൻസ് ആയിട്ടാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതിനേക്കാളൊക്കെ ഒരു സംഘടന താല്പര്യമെടുത്ത് അതുമായി ബന്ധപ്പെട്ടവർ ചേർന്ന് രൂപീകരിച്ചതാണെങ്കിലും അതിനേക്കാളൊക്കെ തത്വങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടാണ് മാധ്യമം മുന്നോട്ട് വന്നത്. അത് അതിൻ്റെ കഴിഞ്ഞകാല ചരിത്രത്തിൽ സഫലീകരിക്കാൻ സാധിച്ചു എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അക്കാലത്ത് ഒരു പത്രത്തിലും വിദേശ വാർത്തകൾ ഉണ്ടായിരുന്നില്ല. വിദേശ വാർത്തകൾ ഒരുപക്ഷെ ഏതെങ്കിലും വിദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരിയുടെ ചരമമോ അല്ലെങ്കിൽ ഒരു രാജ്ഞിയുടെ പ്രസവമോ ഒക്കെ കൊടുക്കുക എന്നല്ലാതെ കണ്ട് കാര്യമാത്ര പ്രസക്തമായി ലോകത്തെന്ത് സംഭവിക്കുന്നു എന്ന് മലയാള വായനക്കാർക്ക് അറിയുമായിരുന്നില്ല. വിദേശ വാർത്തകൾ ആദ്യമായി വളരെ പ്രാധാന്യപൂർവ്വം കൊടുക്കാൻ തുടങ്ങിയത് മാധ്യമമാണ്. ഇപ്പോൾ എല്ലാ പത്രങ്ങളും ഒരർത്ഥത്തിലെങ്കിലും മറ്റൊരർത്ഥത്തിൽ അത് അനുകരിച്ചു മുന്നോട്ട്. മാധ്യമരംഗത്ത് തന്നെ
നല്ല അളവിലുള്ള മാറ്റങ്ങൾക്ക് അത് തുടക്കം കുറിച്ചു എന്നതാണ് വസ്തുത. മാധ്യമങ്ങളെയും പാർട്ടികളെയും ഒക്കെ അലർട്ടാക്കാൻ മാധ്യമത്തിൻ്റെ പിറവി സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാധ്യമത്തെക്കുറിച്ച് പലരും നിരീക്ഷിക്കാറുള്ളത് പോലെ ഒരു മുസ്ലിം പത്രം കേരളത്തിൻ്റെ പൊതുപത്രമായി മാറുന്നതിൻ്റെ ഒരു അത്ഭുതം പലരും അത് പ്രകടിപ്പിക്കാറുണ്ട്. മാധ്യമം 25 വർഷം പിന്നിടുന്ന സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യവും അതിൻ്റെ വിജയത്തെക്കുറിച്ചും എന്താണ് സിദ്ദീഖ് സാഹിബിന് പറയാനുള്ളത്? അല്ല, നമുക്കതിൽ അഭിമാനമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു കച്ചവട സ്ഥാപനമായിട്ടല്ല മാധ്യമം തുടങ്ങിയത്. ഒരു സാമൂഹിക ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് മാധ്യമം മുന്നോട്ട് വന്നത്. ആ ദൗത്യ നിർവഹണത്തിൽ വലിയൊരളവോളം വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഇന്ന് അനുഭവ സാക്ഷ്യമാണ്. എന്ന് പറഞ്ഞാൽ കേരളീയ സമൂഹത്തിൽ രാഷ്ട്രീയ രംഗത്തായിരുന്നാലും ശരി, മതരംഗത്തായിരുന്നാലും ശരി, സാമൂഹിക സാംസ്കാരിക രംഗത്തായിരുന്നാലും ശരി, ഇടപെടുകയാണ് മാധ്യമം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രകടമായി തന്നെ അനീതിക്കെതിരിൽ, മനുഷ്യാവകാശ നിഷേധത്തിനെതിരിൽ, മാനവിക മൂല്യങ്ങൾക്ക് വേണ്ടി ശക്തമായി ഇടപെടുകയാണ് ചെയ്യുന്നത്. മാധ്യമത്തിന്റെ മുഖപ്രസംഗത്തിന് ഒരുപാട് പ്രാവശ്യം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. പല തലത്തിലുള്ള അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. മാധ്യമത്തിന്റെ അന്വേഷണ റിപ്പോർട്ടുകൾക്ക് വലിയ വലിയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ മാധ്യമം ഇന്ന് യഥാർത്ഥത്തിൽ തന്നെ അതിൻ്റെ ലക്ഷ്യത്തിൽ തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരർത്ഥത്തിൽ വലിയൊരളവോളം സഫലമാക്കിയിട്ടുണ്ട് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ സിദ്ദീഖ് സാഹിബിൻ്റെ സംഭാവനകളിലെ വളരെ വിലപ്പെട്ട ഒരു സെക്ഷനായിട്ട് തോന്നുന്നത് കേരളത്തിലെ വളരെ പ്രമുഖരായ വ്യവസായ രംഗത്തും അതുപോലെ തന്നെ ബിസിനസ് രംഗത്തും ഒക്കെയുള്ള ധനികരായ പ്രമാണിമാരായ ഒരുപാട് ആളുകളെ അവരുടെ ധനത്തെ, ധനശേഷിയെ, അധ്വാനശേഷിയെ, സ്വാധീന വൃത്തങ്ങളെയൊക്കെ വളരെ പോസിറ്റീവായ കൺസ്ട്രക്റ്റീവായ തലങ്ങളിലേക്ക് തിരിച്ചുവിടുന്നതിൽ താങ്കൾക്ക് ഇടപെടാൻ സാധിച്ചു എന്നാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ പണക്കാർ മാത്രമല്ല, സമൂഹത്തിലെ സ്വാധീനവും അധികാരവുമുള്ള എല്ലാവരെയും ബന്ധപ്പെട്ടുകൊണ്ട്, ഈവൻ ഭരണാധികാരികളെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും ബന്ധപ്പെട്ടുകൊണ്ട്, എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് പരമാവധി ഇഫക്റ്റീവായി ചെയ്യുക എന്നൊരു കാഴ്ചപ്പാട് വ്യക്തിപരമായി തന്നെ എനിക്കുണ്ട്. സുനാമി ദുരന്തം വിധിച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നു വാർത്താമാധ്യമങ്ങൾ നിറഞ്ഞിരുന്ന ഒരു സംഭവമായിരുന്നു ചെറിയഴീക്കൽ പ്രദേശത്ത് ഭരണാധികാരികളെക്കാളും അതുപോലെ തന്നെ പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വത്തെക്കാളും ഒക്കെ മുമ്പ് സിദ്ദീഖ് സാഹിബാണ് അവിടെ ആദ്യമായി ഇവിടെ എത്തിയത്. പിന്നീട് അതിനുശേഷം സുനാമിയുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ ദുരന്ത നിവാരണ മാർഗങ്ങളും നേരിട്ട് തന്നെ മേൽനോട്ടം വഹിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. എന്താണ് അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് അതിൽ വളരെ പ്രധാനമാണ്. അതായത് ഒരു ജീവിത പ്രമാണം എന്ന നിലക്കാണ് മനുഷ്യന്റെ ദുഃഖം അത് എല്ലാവരുടെയും ദുഃഖമാണ്. ആ അർത്ഥത്തിൽ മാനവികമായ എല്ലാ ദുരന്തങ്ങളുടെ കാര്യങ്ങളിലും വളരെ വേദനയോട് കൂടിയിട്ടാണ് ഞാൻ കാണാറുള്ളത്. ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സന്തോഷം എന്താണെന്ന് പറഞ്ഞാൽ ആ സുനാമി സംഭവത്തിൽ തന്നെ അവിടുത്തെ ക്ഷേത്രത്തിലാണ് ഞങ്ങളുടെ വളണ്ടിയർമാർക്ക് താമസിക്കാനും ഭക്ഷണം പാകം ചെയ്യാനൊക്കെ അവരുടെ ക്ഷേത്രാധികാരികൾ സാഹചര്യം ഒരുക്കി തന്നത്. എന്ന് പറഞ്ഞാൽ അത്രമാത്രം കാർഡിയലായ ഒരു ബന്ധത്തിലൂടെയാണ് ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. വളരെ നന്ദി പ്രൊഫസർ കെ. സിദ്ദീഖ് സാഹിബ് ഈ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. സന്തോഷം.